സൂചനയാണ്, സമരം സൂചനയാണ്. സമിതി സിന്ദാബാദ്, ജനസംരക്ഷണ സമിതി സിന്ദാബാദ്. സംസ്ഥാന തമ്മിലുള്ളൊരു എഗ്രിമെന്റ് എന്ന നിലയിൽ നിരവധിയായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. അതിനൊന്നും തയ്യാറാകാതെ ഏകാധിപത്യം എന്നുള്ള നിലയിൽ സ്റ്റാലിന് ശേഷം വന്ന തമിഴ്നാട്ടിൽ അധികാരത്തിൽ വന്ന ശ്രീ ജോസഫ് വിജയ് ഏകപക്ഷീയമായിട്ട് തീരുമാനമെടുത്തിരിക്കുന്ന മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് 152 അടിയിലേക്ക് ഉയർത്തുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഈ കേരളത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ള വഞ്ചന 1970 ശ്രീ അച്യുതമേനോൻ സർക്കാർ ഈ നിയമസഭയിൽ പോലും വയ്ക്കാതെ ഒരു വിദഗ്ധ സമിതിയെ പോലും പങ്കെടുപ്പിക്കാതെ ഏകപക്ഷീയമായിട്ട് പല ഭാഗ്യ സമ്മർദ്ദങ്ങൾക്കും ഇടപെട്ടുകൊണ്ട് വഴിപ്പെട്ടുകൊണ്ട് ഈ നമ്മുടെ നാശത്തിന് വിധാനമായിരിക്കുന്ന കാരണമായിരിക്കുന്ന ഈ മുല്ലപ്പെരിയാറിന്റെ എഗ്രിമെന്റ് പുതുക്കി നൽകിയിരിക്കുന്നു. നിങ്ങൾ അറിയണം, ഈ നാട്ടുകാരറിയണം, ഇത് കേരളത്തിലെ നിയമസഭ ചർച്ച ചെയ്തിട്ടില്ല. നിയമസഭയിൽ വയ്ക്കാതെയാണ് ഏകപക്ഷീയമായിട്ട് നടപടി ഉണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ താല്പര്യങ്ങൾ മുഴുവൻ ബലിയർപ്പിച്ചുകൊണ്ട് ബലി കഴിച്ചുകൊണ്ട് നമ്മളെയൊക്കെ നാളെ വീരാ ദുരന്തത്തിലേക്ക് അന്തർദേശീയ റോഡ് IIT എന്ന് പറയുന്ന വിദഗ്ധ സമിതി അടക്കം പറഞ്ഞിരിക്കുന്നു. ഇത് പൊളിയും, ഇന്നല്ലെങ്കിൽ നാളെ ഇത് നാശത്തിനുണ്ടാകും. ഒരുപക്ഷെ ഹിരോഷിമയിലുണ്ടായ ദുരന്തത്തിന് സമാനമായ രീതിയിൽ ഒരു സംസ്ഥാനം തന്നെ ഇല്ലാതാക്കുന്ന, അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ പകുതിയോളം ഇല്ലാതാക്കുന്ന വലിയ ദുരന്തമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ഇതൊരു ഞങ്ങളുടെ കേരളനാട് നശിപ്പിക്കാൻ കച്ചകെട്ടിയ മുഖ്യമന്ത്രി തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി മിസ്റ്റർ വിജയ് കത്തട്ടെ, മിസ്റ്റർ വിജയ് കത്തട്ടെ, കത്തട്ടെ കത്തട്ടെ, മിസ്റ്റർ വിജയ് കത്തട്ടെ. ജനസംരക്ഷണ സിന്ദാബാദ്, നമ്മുടെ ജനകീയ ഐക്യവേദി സിന്ദാബാദ്, ജനസംരക്ഷണ സമിതി സിന്ദാബാദ്. ജോസഫ് വിജയ് കത്തട്ടെ, സിന്ദാബാദ് സിന്ദാബാദ്.